ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? പത്തനാപുരത്തെ വേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ച മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് കിട്ടിയത് ചുട്ട മറുപടി. ഇവിടെ ആദ്യമായി എത്തിയ കേന്ദ്രമന്ത്രി എന്ന് അഭിസംബോധന ചെയ്ത ഗണേഷ് കുമാർ ഉപരാഷ്ട്രപതിക്ക് പെട്രോളിയം മന്ത്രി ഡീസലാകും സമ്മാനമായി നൽകുക എന്നാണ് പറഞ്ഞത്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഗണേഷ് കുമാറിന്റെ പരിഹാസവും കേന്ദ്രമന്ത്രിയുടെ മറുപടിയും കാണാം. സുരേഷ് കൊടുത്ത പോലെ ചില സമ്മാനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ സമ്മാനങ്ങൾ അച്ഛൻ ചോദിക്കുന്ന എല്ലാ സമ്മാനവും ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഇനിയും സമ്മാനങ്ങൾ കൊടുക്കും എന്നറിയിച്ചുകൊണ്ട്. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് സമ്മാനം കൊടുക്കുന്നത് പറഞ്ഞില്ല. സുരേഷ് എന്തോ ഒരു സമ്മാനം കൊടുത്തു എന്ന് പറഞ്ഞു. ബസ്സല്ല എന്ന് സുരേഷ് എന്ന് പറഞ്ഞു. വേറെ എന്തോ സമ്മാനമുണ്ട്. അത് പോകുന്നതിന് മുമ്പ് ചോദിച്ചു മനസ്സിലാക്കണം. എന്താണ് ഈ പെട്രോളിയം മന്ത്രി കോളേജിൽ കൊടുത്ത സമ്മാനം എന്താണ് എന്നാണ്. എനിക്ക് തോന്നുന്നു ബസ്സിന്റെ ഡീസൽ ഫ്രീ ആക്കി കൊടുത്തോ എന്നൊരു സംശയമുണ്ട്. പെട്രോളിയം മന്ത്രി എന്നല്ല, അദ്ദേഹം കോളേജിന് കൊടുക്കാൻ അതേ പറ്റുള്ളൂ. ഞങ്ങൾ തമ്മിൽ പറയുമ്പോഴെല്ലാം തമാശയാണ്. ഞങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടോ. പലർക്കും തെറ്റിദ്ധാരണ ഞങ്ങൾ ആത്മസുഹൃത്തുക്കളാണ്. അത് വേറെ കാര്യം. എല്ലാവിധ നന്മകളും തരുന്നു. സുരേഷും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വരികയാണ്. സുരേഷിനോട് നന്ദി പറയുന്നു. എല്ലാവിധ നന്മകളും തരുന്നു. സുരേഷും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വരികയാണ്. സുരേഷിനോട് നന്ദി പറയുന്നു. ഞാൻ ഈ സ്കൂളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ഇങ്ങനൊരു വേദിയും എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിലും ബഹുമാന്യനായ ശ്രീ കെ.വി. ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ആദ്യമായിട്ടല്ല പത്തനാപുരത്ത് വരുന്നത്. പത്തനാപുരത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ. ഞാൻ പത്തനാപുരത്ത് വന്നത് ഗണേഷ് കുമാർ എന്തായാലും ഓർക്കണം. കാരണം അദ്ദേഹം ആദ്യം ഇലക്ഷന് നിന്ന സമയത്ത് ഏതാണ്ട് 4-5 വേദികളിൽ അദ്ദേഹത്തിന് വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളത് സ്നേഹപുരസരം ഓർക്കും. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വന്ന വേദിയിൽ നട്ടുച്ചയ്ക്ക് റോഡ് സൈഡില് ഉമ്മൻചാണ്ടി സാറും വന്ന അതേ വേദിയിൽ വന്ന് എന്താ ഉറക്കം വരുന്നു. ഞാൻ വന്ന വേദിയിൽ നട്ടുച്ചയ്ക്ക് റോഡ് സൈഡില് ഉമ്മൻചാണ്ടി സാറും വന്ന അതേ വേദിയിൽ വന്ന് വോട്ട് അഭ്യർത്ഥിച്ച് പോയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്, പരമാർത്ഥമാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. രണ്ടാമത്തെ തവണ നിൽക്കുമ്പോഴും ഞാൻ വന്ന് ഗണേശനുമായിട്ട് ഗണേശന്റെ ഓഫീസ് ഉൾക്കൊണ്ടിരുന്ന ഒരു വീട്ടിൽ നിന്ന്, അതും ഏതാണ്ട് നട്ടുച്ച സമയത്താണ്, ഒരു ഓപ്പൺ ജീപ്പിൽ കയറി നിന്ന് റോഡ് ഷോയ്ക്ക് പോയതും ഞാൻ നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ കൊടുത്തു എന്ന് പറയുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നത് ബസ്സും എയറോപ്ലെയിനും ഒന്നുമല്ല. പെട്രോളും ഡീസലും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് ഗണേശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ കൊടുക്കും, പിന്നെ ഞാൻ പത്തനാപുരം എടുക്കും എന്നുകൂടി പറയേണ്ടി വരും. പെട്രോളും ഡീസലും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് ഗണേശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ കൊടുക്കും, പിന്നെ ഞാൻ പത്തനാപുരം എടുക്കും എന്നുകൂടി പറയേണ്ടി വരും. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.